കടകംപള്ളിയിൽ ഭൂമാഫിയ തട്ടിയെടുക്കാൻ ശ്രമിച്ച 44 ഏക്കർ സ്ഥലത്തെ യഥാർത്ഥ ഉടമകളുടെ കരം എടുക്കുന്നില്ലെന്നാരോപിച്ചാണ് സമരം നടക്കുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധമില്ലാത്ത നിരവധി പേരുടെയും കരം സ്വീകരിക്കുന്നില്ലെന്ന പ്രശ്നമാണ് പുതുതായി ഉയർന്നു വന്നിരിക്കുന്നത്. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടുപോയ തണ്ടപ്പേർ രജിസ്റ്ററിൽ ഉൾപ്പെട്ട സ്ഥലമുടമകളാണ് ഈ പ്രശ്നം അനുഭവിക്കുന്നത്. എന്ന് നടക്കുന്ന അവർക്ക് ഒരു പിടിയില്ല. ഈ രേഖകൾ തിരിച്ചു കിട്ടുന്നവർക്ക് തരാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഇത് കച്ചവടം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുന്നതിനോ ലോൺ എടുക്കുന്നതിനോ യാതൊരു കാര്യത്തിലും ചെയ്യാൻ കഴിയില്ല. അതൊരു വളരെ ഇതിപ്പോൾ എല്ലാവരും അറിയുന്നില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കരമടയ്ക്കാൻ വന്നുകൊണ്ടറിഞ്ഞത്, ബാക്കിയുള്ളവർ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. 2000-ഓളം പേർക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ക്രയവിക്രയവും നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും പരാതിയുണ്ട്. നഗരസഭയുടെ വിവിധ ആനുകൂല്യങ്ങൾ, വീട് വയ്ക്കാനായിട്ടുള്ള ആനുകൂല്യം, ഈ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് കരമടച്ച രസീത് അനിവാര്യമാണ്. ഈ കടകംപള്ളിയിലത്തെ ഏതാണ്ട് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ഭൂവുടമകളെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കരമടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 2 പേർ വില്ലേജ് ഓഫീസറെ ആക്രമിച്ചിരുന്നു. ഒരു പ്രദേശത്തെ ആയിരങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായി ഇത് വളർന്നിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ഇവിടത്തുകാരുടെ പരാതി. മീഡിയ 1 തിരുവനന്തപുരം.